ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കോലം കണ്ട വല്ലാത്തൊരു കോലാല് വേറെ നല്ല ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് രാവിലത്തെ നേരം എന്നിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശരിക്കും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനോ ഇടാനോ പറ്റാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുക. പകല് അനീറ്റ് വരും. എന്താ വിഷാഘോഷിക്കാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുവരുമോ? നമ്മളവിടെയൊക്കെ ഇന്നലെ ചുഴലിക്കാറ്റ് പറഞ്ഞിട്ടുണ്ടായിട്ട് കറണ്ട് വരെ സാധ്യതയാണ്. നാളെ വിഷുവാ, എന്ത് ചെയ്യും നമ്മളൊക്കെ? ജാങ്കോ പെട്ടു എന്നാണ് വലിയ പൊന്നിൻ്റെ അവിടെ കറണ്ട് ഉണ്ടാണോ? അതെങ്കിലും നോക്കാം. അതന്നെ പപ്സെങ്കിലും രണ്ടെണ്ണം പൊന്നെ മേടിച്ചത് നോക്കിയിട്ട് മേടിക്കും. അപ്പോൾ ആകെ പെട്ടു കേട്ടോ, കറണ്ട് വരില്ല എന്ന് പറയണം. അതാ വീഡിയോ എടുക്കാനോ കാര്യമൊക്കെ ഒന്നും പറ്റാഞ്ഞ്. 2 ദിവസമായിട്ട് അഞ്ഞേട്ടൻ്റെ പിള്ളേരുടെ അടുത്തല്ല ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഞാൻ പിരിഞ്ഞത്. ആദ്യമാണ് ഇത്രയും പിരിഞ്ഞിരിക്കുന്നത്. ഞാൻ പിരിഞ്ഞിരിക്കാറില്ല. എന്തുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞാനും എൻ്റെ അവിടെ നിന്നിട്ടോ. പിറ്റേ ദിവസം പൊന്നിന് വർക്കുണ്ടായിരുന്നു. അപ്പോൾ പൊന്നു പക്ഷെ കാർത്തിന് കൊണ്ടുപോയി. പക്ഷെ ഉണ്ണോളും കൊണ്ടുവന്നപ്പോഴേ ഉണ്ണോള് ചൂടെടുത്ത് ഹോസ്പിറ്റലിൽ ഉറങ്ങാനില്ല. അമ്മയ്ക്ക് ഫേഡാൻ പറ്റില്ല, കാറ്റ് ഫേസില്ല. അപ്പോൾ ഫേഡാൻ പറ്റാണ്ടായപ്പോൾ പിള്ളേരവിടെ നിൽക്കണില്ല, എ സിയിലുണ്ട്. അപ്പോൾ അവർ അതിനോട് പോകുന്നപ്പോൾ ഇത് ഇന്നും അതെ ഞാനും രണ്ട് ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. ചായ എന്തിനോട് വിശന്നിട്ട് വയ്യ. ഇന്നലെ രാത്രി ചിക്കൻ കറി 2 പീസ് ചിക്കൻ കഴിച്ച് പോയിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇത് വിഷുവിൻ്റെ തലേദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മൾ മണവാളുടെ എൻഗേജ്മെൻറ്റിന് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നടക്കുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ട് അതൊരു കൗതുകം തോന്നിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താട്ടോ. അങ്ങനെ ഞാൻ പണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ജാക്കറ്റുകളൊന്നും കൊള്ളണില്ല. കംപ്ലീറ്റ് എൻ്റെ ബ്ലൗസുകൾ ലൂസായി. നമ്മൾ തടി കുറയണത് പെട്ടെന്ന് അറിയാം, പക്ഷെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇടുമ്പോഴാണ് പെട്ടെന്ന് അറിയാം കേട്ടോ. അങ്ങനെ എനിക്ക് 12:30 ആയിട്ട് വന്ന് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡ്രസ്സില്ലടെ. അങ്ങനെ നേരെ ഞങ്ങൾ വെച്ച് കഴിച്ച് ചാവക്കാട് കേട്ടോ. അപ്പോൾ ചാവക്കാട് കയറി എനിക്കും പൊന്നിനും ഓരോ ബ്ലാക്ക് ചുരിദാർ എടുത്തു കേട്ടോ. ഇവർക്കൊക്കെ തലേ ദിവസം തന്നെ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഓരോ ജോഡി ഡ്രസ്സ് കുണുക്കലും അതിനെണ്ണും ഷെബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുണിക്കും കാർത്തിനും എനിക്കും പൊന്നിനാണ് ഇല്ലാത്തിട്ടാ. അപ്പോൾ എല്ലാ കൊല്ലപ്പോൾ വിഷുവിന് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ വിഷുക്കോടിയിൽ നിന്ന് കേട്ടോ നമുക്കൊന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ പോയി ഒരു ഡ്രസ്സ് എടുത്തു. അതാണ് കേട്ടോ ഞാനും പൊന്നോടുള്ള ഈ ബ്ലാക്ക് ചുരിദാർ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടിപൊളി എൻഗേജ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു കേട്ടോ. അല്ല ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ മണവാളൻ്റെ എല്ലാം എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ വെറൈറ്റികൾ എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും മണവാട്ടിനൊന്നും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ ഒന്നുമല്ല, അവരവരുടെ വീഡിയോ ഇതുവരെ ഇട്ട് കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടോ. ഒരുപാട് മീഡിയകളും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ മീഡിയകളിലും ഇപ്പോൾ ഇതുവരെ വീഡിയോസ് ഇറങ്ങിയിട്ടില്ല മണവാളൻ്റെ. അങ്ങനെ കാർത്തുമ്പോൾ ഭയങ്കര വാശിയായിട്ട് മണവാളൻ പറഞ്ഞു 3:30 തൊട്ട് 3:45 എത്തണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവിടെ എന്തോ എൻ്റെ കല്യാണം എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി ഇരുന്ന്. ഞങ്ങൾ 4 മണിയായി എത്തുമ്പോൾ. പക്ഷേ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ 6 മണിയായിട്ടാണ്. ഇരുന്ന് ശരിക്കും പോകാം. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് വന്ന് വിഷുവായിട്ട് ഞങ്ങൾ ഭയങ്കര തിരക്കിലതാ. എന്തത് ദൈവേ ഭ്രാന്താട്ടാ. വീണ്ടും പടക്കം മേടിച്ചു വന്നു. എന്തോരെ മേടിച്ചിട്ടിപ്പോൾ. ഇന്നലെ അച്ഛൻ കുറേ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മരുവൻ്റെ വക. ഈ പുറത്ത് കഴിച്ചിട്ടോ തക്കാളി ആപ്പിളാണ് കണിയൊക്കെ. കാത്തു അപ്പോൾ അത് ഇന്നിട്ട് നമ്മുടെ പൊന്നിൻ്റെ ചുരിദാർ എവിടുന്ന പൊന്ന നമ്മുടെ ചാവക്കാടുള്ള റിലയൻസിലത്തെ ചുരിദാറാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ ചുരിദാർത്തത്.
ഉനക്ക് ആ ഡ്രസ്സ് മറ്റേക്ക് എന്നിട്ട് ഈ കറുപ്പ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കണ്ടാൽ അതിട്ട് മതിയായില്ല. ഞാൻ അടുത്ത് എന്തെങ്കിലും ഒരു പരിപാടി ആകുമ്പോൾ ഇട്ട് പോലെ പിന്നെ ഇട്ട് മതിയായില്ല. ഇത് രണ്ടും നോക്കി ഇപ്പൊ രണ്ട് കറുപ്പില്ല. പക്ഷെ എന്തെല്ലാം കറുപ്പ് അത് നോക്കി എന്ത് രസമാണെന്ന് പറഞ്ഞു. നല്ല മെറ്റീരിയൽ കേട്ടാ. ഇപ്പൊ നമ്മുടെ റിലയൻസ് നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ പോയാലും നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലമാണ് നമ്മളല്ലേ. ഫംഗ്ഷന്റെ 1 മണിക്കൂർ മുന്നേ പോയിട്ടുണ്ട്. നമുക്കറിയാം അവിടുന്ന് കിട്ടും എന്ന് ഉറപ്പുള്ളത് തന്നെയാണ്. അവിടേക്ക് പോയി നമുക്ക് ഏതെങ്കിലും ഒരു ചുരിദാർ കിട്ടാൻ പോരില്ല. ഞങ്ങള് റിലയൻസ് പോകണ്ട മുന്നേ ഫസ്റ്റ് ഞങ്ങൾ വലിയൊരു കട എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളിലും ആ കടയുണ്ട്, ആ ഷോപ്പുണ്ട്. ഷോപ്പിന്റെ പേര് പറയുന്നില്ല. കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഒരു ഷോപ്പുണ്ട്. പക്ഷെ അത്രയും വലിയ ഷോപ്പിൽ പോലും നമുക്ക് ചുരിദാർ കിട്ടിയില്ല. പക്ഷെ നമുക്ക് അവർക്ക് ആദ്യ ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം കൂടി ഉണ്ട് കേട്ടാ. അത് റിലയൻസ് അല്ല കേട്ടാ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരെന്താ പറഞ്ഞ മല്ലികപ്പുറത്തെ ചേച്ചിയാണോ പറഞ്ഞേ? ദൃശ്യേച്ചി ഇവിടെ ഒരു പോക്കറ്റ് കൊണ്ട് മതിയായിരുന്നു. ഇനി പെട്ടെന്ന് വേണം. വിഷു ആണ്. വിഷുവിന്റെ ഒരുക്കുന്ന കാര്യങ്ങൾ തുടങ്ങാൻ പോവാണ്. പുതിയ പെണ്ണിനാണ് ചെളിയാക്കിയിട്ടുണ്ട്. കൊണ്ട് ഊരി പതുക്കെ എടുത്ത് വെച്ചോ. അതൊക്കെ തിന്നൊക്കെ നമ്മള് മണവാളന്റെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീടൊക്കെ എത്തിയിട്ട് വിഷു പണിക്കുള്ള വിഷുണ്ട് ഒരുക്കാൻ കാര്യം തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ 2-3 ദിവസം ആസ്പത്രി കേസായി. അമ്മ ആസ്പത്രി കാരണം രാവിലെ അങ്ങോട്ട് എത്തും. രാവിലെ ഒരു 10:30 ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വീടെത്തും. പിന്നെ രാത്രി 11:30 അങ്ങോട്ട് എത്താൻ പറ്റാറുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ കിണർ പണിക്കാനും കാര്യങ്ങളും വീട്ടിൽ പണി തിരക്കും കാര്യങ്ങളാലും നമുക്കവിടെ എത്താൻ പറ്റാറില്ല കേട്ടോ. പകല് എൻ്റെ അനിയത്തി വരും, അനിയൻ്റെ ഭാര്യ വരും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടമായിട്ട് അങ്ങനെ മാറി തിരിച്ച് വന്ന് നിന്നും പോയി കാര്യങ്ങൾ കവർ ചെയ്ത് തന്നിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളും ശരിക്കും സെറ്റ് ചെയ്ത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇതേ വന്നതിന് ശേഷമായിട്ട് നമ്മൾ വീട് ഒതുക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. വീട് അടിച്ചുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ബാക്കിയുള്ള പരിപാടി രാത്രി വന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ റൂമിൽ എൻ്റെ അമ്മ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കലും അല്ലെങ്കിൽ പുതിയത് വേണമെങ്കിൽ കഴുകി അല്ലെങ്കിൽ പുതിയതായിട്ട് പഴയത് ഇടാൻ പാടില്ലെന്നാണ് പറഞ്ഞ് മുഷിഞ്ഞ തലവണ കവറും ബെഡ്ഷീറ്റുകളോ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അമ്മ പറഞ്ഞ് അമ്മ അങ്ങനെയാണ് ചെയ്ത് പഠിപ്പിച്ചത്. അപ്പോൾ അത് രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത്ര വർഷം പോകാറ് കേട്ടോ. അങ്ങനെ ചെയ്യും. നമ്മുടെ ഈ കിടക്കേപ്പിക്ക് ഏത് വിരി മേടിച്ചാലും സെറ്റാവില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു 2 വിരി എവിടെ ഹൈലൈറ്റ് മാളിൽ ഓഫർ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെന്ന് പറഞ്ഞ് മേടിച്ചു കേട്ടോ. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കേട്ടോ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റ്. അപ്പോൾ അങ്ങനെ 2 ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് ഓഫർ അങ്ങനെ കുറേ നാൾക്ക് ശേഷം അനിയുടെ ഗേൾഫ്രണ്ട് ഇപ്പോൾ കനിയായിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ബെഡ്ഷീറ്റ് ഇട്ടാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ബെഡ്ഷീറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനും എന്നോട് പച്ചക്കറി അരിയാൻ വന്നിരുന്നു. അഞ്ഞിട്ട് മാങ്ങാച്ചാറിലെ മാങ്ങ അരിയുണ്ട്. ഞാൻ വിഷു ആയാലും ഓണായാലും എന്ത് വിശേഷമായാലും പച്ചക്കറികളൊക്കെ തലേദിവസം എല്ലാ കറികൾക്കുള്ളതും അരിഞ്ഞ് ഫ്രിഡ്ജിൽ ഇട്ടു കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കറികളിലൊരു എണ്ണം കിട്ടും കേട്ടോ. ഏകദേശം ഒരു എണ്ണം കിട്ടും. നമ്മൾ അവിയലിലൊരു ചെറിയ മത്തങ്ങ വെള്ളരിക്ക ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു വെള്ളരിക്ക പച്ചരി ഉണ്ടാക്കും. അങ്ങനെ നമ്മളെല്ലാം അപ്പം അങ്ങനെ ഓരോന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്യും. നമ്മൾ ഏകദേശം പൊന്നും വിഷുക്കണി ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പച്ചക്കറി ഞാനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞോടുകൂടി ഇവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പരിപാടി വെച്ചിട്ട് ആ മാങ്ങച്ചാറിനുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ മാങ്ങച്ചാർ ചെറപറാന്നായിട്ട് ചെറപറാന്ന് വെച്ചാൽ നമ്മൾ സദ്യക്കുള്ള മാങ്ങച്ചാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ടൊക്കെ തിരുമ്പിയിട്ടാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുക. മറ്റേ അച്ചാർ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം യൂസ് ചെയ്യുന്നത് കൈയൊന്നും തൊടാൻ പാടില്ല. പക്ഷേ ഈ സദ്യ അച്ചാർ നമ്മൾ മാങ്ങി പച്ചമുളക് മുളക് പൊടി മഞ്ഞളിടില്ല കായപ്പൊടി ഉലുവപ്പൊടിയും പച്ചവെളിച്ചെണ്ണയും ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ ചീന്തിയിട്ടിട്ട് കുറച്ച് സ്വർക്ക വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പിയാണ്ട് വെച്ചത് കൂട്ടി വെച്ചപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ മാങ്ങ. ഞാനത് ജസ്റ്റ് 3 മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഒരുപാട് മാങ്ങ അപ്പോഴേക്കും ഇത് അവിടെ ഉള്ളത് കണ്ടോ. അത് കുണുക്കെ കാണിച്ചു തന്നിട്ടൊക്കെ തിന്നണം. നമുക്കത് മാങ്ങാച്ചാറയുടെ തിന്നിട്ട് അതിനായിട്ട് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉള്ളി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് വിഷുക്കട്ടൊക്കെ ഉള്ളതാണ് ഒരുപാട് ചുവന്ന ഉള്ളിയുടെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ
അതിൻ്റെ ഇടയിൽ ഇതെല്ലാവരും ഞാൻ മാങ്ങാച്ചാറ് ഡപ്പ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടിഷ്യൂ എടുത്ത് തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് അതിലേക്കിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട ഈ അച്ചാർ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ പുളിയിഞ്ചി ഒരു ഡപ്പയിലൊക്കെ ആക്കി അതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പുളിയിഞ്ചി അച്ചാറായി മാമ്പഴ പുളിശ്ശേരിക്കും കാളന് വേണ്ടിയിട്ടുള്ളതാണ് വെച്ചിട്ട് അതിന് കുഞ്ഞൊരു മൺചട്ടി മേടിച്ചിട്ട് ഞാൻ കാളനൊക്കെ ഉണ്ടാക്കി വേണ്ടിയിട്ട് അത് മൺചട്ടിയൊക്കെ കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സിമ്പിൾ പരിപാടി കേട്ടോ അല്ലേ കേട്ടോ. പിന്നെ മേടിക്കണമെന്ന് പിന്നെ ഇപ്പം ഞാൻ തിന്നത് വേറെ ഒന്നല്ല ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ചുവന്നവിൽ ഇടയ്ക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡ് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാട്ടോ ഇവിടെ പൊന്നു ഇവിടെ വിഷുക്കണി വയ്ക്കണ ഒരുക്കത്തിലാണ് കേട്ടോ. പൊന്നും ഷേപ്പിയും കുണുക്കനും കുണിക്ക് കൂടിയിട്ടാണ് ഇവിടെ വിഷുക്കണി സെറ്റ് ചെയ്ത്. അപ്പം നമ്മുടെ കുഞ്ഞൊരു സാമ്യറും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അച്ഛൻ്റെ ഭാഗം അച്ഛൻ കുറവ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മര്യാദൻ്റെ ഭ്രാന്ത്. ആ റോട്ടിൽ മതി ഇവിടേക്ക് വേണ്ട. ആ മീൻ ചേച്ചിയുടെ അടയ്ക്കില്ല. അവരോട് തന്നെ പറയണ്ടേ അവരെന്താ ഇവിടെ തുറന്നു. അങ്ങനെ വിഷുവിൻ്റെ തലേദിവസം ഒരു 7 മണി 8 മണിക്ക് പൊട്ടിക്കേണ്ട പടക്കാനായിട്ട് ഞങ്ങൾ രാത്രി 12 മണിയാകുമ്പോൾ ഇരുന്ന് ഇപ്പോൾ 12 മണിയല്ല 11 മണിയാകുമ്പോൾ പൊട്ടിച്ചുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളാണില്ല എല്ലാം ഇപ്പോൾ ആ അപ്പുറത്തെ വീട്ടുകാർ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാട്ടോ വിഷുവിന് പടക്കം പൊട്ടിക്കലൊക്കെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കൂകിയിട്ട് ഞങ്ങൾ വിളിക്കുന്നുണ്ട് കേട്ടോ മിൻചേച്ചി മേഘയെ വായ ബാബേട്ട വാഹയെന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ബാബേട്ടെ നാളെ ജോലി തരും. ബാബേട്ട ഇറങ്ങി മിൻചേച്ചി മേഘയൊക്കെ മിൻചേച്ചി വന്നു. ഇപ്പോൾ മേഘ പേര് വിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പൊട്ടിച്ചു. ഹാപ്പിനെസ് മനസ്സുകൊണ്ടില്ലെങ്കിലും നമുക്കത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഞാൻ എല്ലാ കൊല്ലം ഒരു കമ്പത്തിലൊക്കെ ഞാനാണ് കൂടുതൽ കത്തിച്ചതാക്കാറ്. പക്ഷേ ഈ ഒരു കൊല്ലം എനിക്കത് 2 കമ്പത്തിൽ ഞാൻ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും കമ്പത്തിൽ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ ഈ കൊല്ലം അതിനൊന്നും എനിക്കെന്തൊരു സുഖം തോന്നിയിട്ടാണ്. പിന്നെ പൊന്നു കാർത്തൂനെടുത്തിട്ടായിരുന്നു കത്തിച്ചിരുന്നപ്പോൾ ഞാൻ പൊന്നു പറഞ്ഞു നീ എൻജോയ് ചെയ്തോ കുട്ടീനെ ഇങ്ങോട്ട് തന്നുകൊണ്ട് പിന്നെ ഞാൻ കാർത്തൂനെ ഞാൻ മേടിച്ചിട്ടു. പിന്നെ എനിക്ക് ഇവരെന്തെങ്കിലുമൊക്കെ കത്തിക്കുമ്പോഴും പിടിക്കുമ്പോഴും എനിക്ക് തൊയ്യലുണ്ടാവില്ല. അതാണ് ഞാൻ അവിടെ നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കാർത്തൂന് പാവം അമ്മ മൂപ്പർക്ക് അത് കത്തിച്ച് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പിടിച്ചാൽ മതി മൂപ്പർക്കൊരു സമാധാനം. അപ്പോൾ ഒരെണ്ണം 2 ഞാനങ്ങനെ കയ്യിൽ പിടിച്ച് മൂപ്പരെ കൂടെ ഒന്ന് കത്തിച്ച് ഇരുന്നു കേട്ടോ. മൂപ്പര് സന്തോഷത്തിന് വേണ്ടി ചെറിയ കുട്ടികളല്ലേ അവർക്ക് വേറെ എന്ത് സന്തോഷമല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളും കുറയ്ക്കും. അപ്പോൾ ഞാനെന്നെ കുറിച്ച് ഡാൻസൊക്കെ കളിച്ച് അമ്മാമ്മ മോള് കമ്പത്തിലേക്ക് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കാത്തുമ്പോൾ ഭയങ്കര ഹാപ്പി. എന്താണ് അവരുടെ ഹാപ്പിനെസ് അല്ലേ. അവിടെ പടക്കം ഗുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പൊട്ടിക്കണ നേരം കഴിഞ്ഞാൽ ഓടിയിട്ട് റൂമിലേക്ക് എനിക്കതൊക്കെ ഭയങ്കര ശബ്ദം. ഞാൻ പടക്കം മേടിക്കാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം പോവാത്തതിൻ്റെ ഗുണങ്ങളാണ് ഗുണ്ടൊക്കെ വീട്ടിലേക്ക് വന്ന്. അല്ലെങ്കിൽ ഗുണ്ടൊന്നും ഞാൻ മേടിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അവരൊക്കെ ഇങ്ങനെ ഇനിയും ഇരിക്കല്ലേ. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒന്നും അന്ന് പൊട്ടിച്ചതാണ്. പിന്നെ വിഷുവിൻ്റെ ഉച്ചത്തെ ഊണ് കഴിഞ്ഞിട്ട് ഷേബി കുറച്ച് പൊട്ടിച്ചു കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും വേറെ കമ്പത്തിൽ കത്തിക്കാൻ ഒന്നിനും നേരം കിട്ടിയില്ല. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ വിഷുവിൻ്റെ അന്ന് രാത്രിയാണ് ഇതൊക്കെ ചെയ്യാറ്. അന്ന് രാത്രി നമ്മൾ എയർപോർട്ടിൽ പോയി എയർപോർട്ടിലേക്ക് എത്ര മണിക്ക് പോയി നമ്മൾ 4:30 പോയിട്ട് പിന്നെ ഞങ്ങൾ എത്തി രാത്രി 5:30 പോയി. രാത്രി തുടങ്ങി എത്തി രാത്രി 12 എത്തുമ്പോൾ ഈ ഡബ്ബയായിരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഉറക്ക ക്ഷീണം കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ ക്ഷീണിച്ച് എനിക്ക് വയ്യാണ്ട് ഞാൻ അവിടെ വന്നിരുന്നിട്ട്. അപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ എൻ്റെ കാർത്തുമ്മയ്ക്ക് അത് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. അപ്പം മൂപ്പര് പതുക്കെ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോണേക്ക് കണ്ടോ. പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ ഫാൻ വെച്ചിട്ട് സീറ്റുള്ള ആ ഫാൻ ഇട്ടിട്ട് ഞാൻ സുഖമായിട്ട് അവിടെ ഒന്ന് കിടന്നു കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു. ഭയങ്കര കാലുവേദന നടുവേദന ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ കുറച്ച് ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് 2 ദിവസം ഒഴിച്ചലിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ശരീരം മൊത്തം നീര് കെട്ടിക്കുക. അപ്പോൾ നീരും കാരണമൊക്കെ ഒന്ന് ഉടച്ച് കളയേണ്ടി വരും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് 2 സ്ഥലത്തൊക്കെ ഷെബി മുന്നിൽ ചൊടിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഒഴിച്ചലിന് പോകണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല. പിന്നെ എന്നോട് ഹാസ്റ്റലിലെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പെട്ടെന്ന് തടി കുറയും ഒരു 5-10 എണ്ണം. പിന്നെ കുറയണമെങ്കിൽ നമ്മുടെ ശരീരത്ത് ജസ്റ്റ് ഒരു മസാജ് വേണം. പിന്നെ എന്താ സ്റ്റീം ചെയ്യും വേണം. നമ്മുടെ ശരീരം സ്റ്റീം ചെയ്താലാണ് പിന്നെ തടി കുറയുള്ളൂ. അപ്പോൾ ഇത് 2 ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ ചെയ്യാൻ പറഞ്ഞു. ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാശാവും.
അപ്പോൾ അത്രയൊന്നും ചെയ്യുന്നില്ല. 2 ദിവസം എവിടെയെങ്കിലും ഇത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന റേറ്റ് ആണെങ്കിൽ പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കാളനും പുളിശ്ശേരിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വായൊന്നും അമ്മ ഉണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കൊണ്ട് അങ്ങനെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നാളികേരം ചെരിക്കാനും ആളവിടെ പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. അപ്പം ഞാൻ നാളികേരം ചെരുകാനൊക്കെ അരച്ചിട്ട് അപ്പോൾ നമ്മുടെ 18 വർഷം പഴക്കമുള്ള മുന്നുള്ള നാളികേരം ചെരുക്കണതെല്ലാം നമ്മൾ ഇത്രയും ആൾ യൂസ് ചെയ്തായിരുന്നു. അത് മാറി പുതിയതായപ്പോൾ എനിക്കതങ്ങോട്ട് വഴങ്ങിയില്ല. ജസ്റ്റ് കൈ അങ്ങോട്ട് തട്ടി ആ നാക്കുണ്ടൊരു നഖത്തിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോഴും ഭയങ്കര വേദന. നഖത്തിൻ്റെ ഉൾവശം ഭയങ്കര വേദനയുണ്ടാകും. നഖത്തിൻ്റെ ഉള്ളിലേക്കാണ് അത് കയറി പോയത്. നല്ല വേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വീണ്ടും നമ്മൾ അടുത്ത പണികളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ കൈ മുറിഞ്ഞു കാല് മുറിഞ്ഞു വെച്ചിട്ട് ഇരിക്കാനുള്ള നേരമൊന്നും നമുക്കില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 2:30 മണിയാകുമ്പോൾ കിടന്നു. 3 മണിക്ക് ഉറങ്ങി. ഈ രാവിലെ 4 മണിയാകുമ്പോൾ ഞങ്ങൾ വിഷുക്കണി റെഡി. വിഷുക്കണി വിഷുക്കണി ഇട്ട് അങ്ങനെ ഞങ്ങളുടെ സൂപ്പർ വിഷുക്കണി. നല്ല സ്ത്രീത്തലൊരു ശ്രീകൃഷ്ണൻ അല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണ്. അങ്ങനെ ചെറിയ സാമ്യവും സൂപ്പറാണ്. അതെ, എൻ്റെ ഐഡിയ പോലെ പറഞ്ഞാട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ വിഷു സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ വർഷത്തെ ഒരു വിഷുക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു വിഷുക്കണിയായിരുന്നു നമ്മുടെ പ്രാവശ്യം. കാണുമ്പോഴെല്ലാം അറിയാലോ സൂപ്പർ. എന്നിട്ട് നമ്മൾ പൊന്നടി പ്രാവശ്യം വിഷുക്കണി ഒരുക്കിയതൊക്കെ സെറ്റാണ്. പക്ഷെ ഉണ്ണോളും ആർക്കും എണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറയും. നമ്മൾ ഉറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 2:30 2:45 അതിന് ഞാനും മുന്നേ ഉറങ്ങുമ്പോൾ കേട്ടോ. ശരിക്കും ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ മതിയായില്ല. എനിക്ക് 4:15 നമ്മൾ എണിച്ചോട്ടാ വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് എന്നേട്ടം പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കൊടുത്ത് ഉറങ്ങുന്നു. പക്ഷേ ആ കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആ ക്ഷീണത്തിൽ പെടുന്നു. എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ദിവസത്തെ ക്ഷീണമുണ്ട്. മരുന്ന് ഇങ്ങനെ അലർജിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കാനും ഒരുപാട് ദിവസത്തെ ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ അമ്മ ഹോസ്പിറ്റലായിരുന്നു രാത്രി. അപ്പോൾ നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് രാത്രി 10:30 ഹോസ്പിറ്റലിൽ എത്തും. നമുക്ക് ഓരോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമുക്ക് കഴിഞ്ഞ് രാത്രിക്ക് 10:30 ഹോസ്പിറ്റലിലേക്ക് എത്താം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് രാവിലെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പോൾ രാത്രി ഇവിടെ നിന്ന് അങ്ങോട്ട് വയ്യ. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ ഉറക്കത്തിൽ പെടും. അപ്പോൾ നമ്മുടെ കൂട്ടാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ വഴുകും. ഉള്ളതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞാൽ 1 മണിക്കൂറിലേക്ക് സുഖമായിട്ട് ഉറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഗൾഫിൽ പോകും. അപ്പോൾ അവളെ എയർപോർട്ടിൽ ഒന്ന് കൊണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ ഉറങ്ങി കഴിച്ചാൽ അവളെ കൊണ്ടാക്കാമ്പോൾ നമ്മളും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ തലവേദനയും കാര്യങ്ങളൊക്കെ ആവും യാത്ര ചെയ്യുമ്പോഴേ. യാത്രയുടെ എല്ലാ പ്രശ്നം. എനിക്ക് യാത്രയ്ക്ക് തലവേദന ഒന്നുമില്ല. ഈ ഉറക്കമുളച്ചെൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ ആദ്യം എത്തും. അപ്പോൾ ഹാപ്പിനെസ് പോവും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടാക്കണമെങ്കിൽ നമ്മുടെ തലവേദനയും കാര്യങ്ങളൊക്കെ മാറണം കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വിഷുപ്പരിപാടികൾക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ഭംഗിയുള്ള വിഷുക്കണി കേട്ടോ. ക്യൂട്ടാണ്, എന്ത് രസമാണ്. അങ്ങനെ ഇതേ വിഷയമായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും പുതിയ കിച്ചൺ നമ്മളിപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മൾ വരക്കേരിയിലൊരു കിച്ചൺ പോലെ എടുത്തിട്ടുണ്ടല്ലോ, അവിടെ മാത്രം ഇപ്പോൾ പണിയാണ് കേട്ടോ. അങ്ങനെ 4 മണിയാകുമ്പോൾ എണിച്ച് വന്നോട്ടെ. അപ്പോൾ പൊന്നു കാർത്തുമ്പോൾ എണിച്ചപ്പോൾ പൊന്നിന് പാൽ കൊടുക്കാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഞാൻ അന്വേഷണം ഷെബിനോ കുണുക്കിനൊന്നും വിളിച്ചില്ല. പടക്കം പൊട്ടിക്കലും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കാലം വിഷുക്കണിയുണ്ട്, പടക്കം കുറച്ച് നേരം പൊട്ടിക്കലുണ്ട്. ഈ പ്രശ്നം ആരും വിളിച്ചത് വെച്ചാൽ എല്ലാവർക്കും നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ആർക്കും ഈ കുറച്ച് ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ക്ഷീണവും കാരണമുണ്ടെന്ന് കാരണം അവരാരും വിളിച്ചില്ല. പൊന്നു കാർത്തൂന് ഉറക്കാൻ പറ്റും, ഞാനും പൊന്നിനെ വിളിക്കാൻ പറ്റും. പൊന്നൊക്കെ ഉറങ്ങണേ ഉറങ്ങിക്കോട്ടെ. പെട്ടെന്ന് പോലെ കുറേശ്ശെ കഷ്ണം നന്നാക്കിയിട്ട് നാളികേരമൊക്കെ അതിനായിട്ട് തലേദിവസം 7 നാളികേരം ശരിക്കും അന്ന് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ പിന്നെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എന്നെ കുളിക്കാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കുളിച്ചില്ല. പൊന്നിനോട് പറഞ്ഞാൽ പൊന്നാവുന്ന പോയി കുളിച്ചിട്ട് വന്ന് അരി അടപ്പത്തിട്ട് ഞാൻ കുളിച്ചിട്ട് അരി അടപ്പത്തുള്ളൂ. പക്ഷേ ഞാൻ എനിക്ക് എന്തോ മനസ്സിന്
ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു തൊയിലക്കേടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 10-15 തരം കറിയും 2 തരം പ്രൈസും വിഷുക്കട്ടയും സെറ്റ്. വിഷുക്കട്ട എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സമൃദ്ധി കഴിച്ചു. അത് ഞങ്ങൾ ആകെ 1/2 കിലോ അരി മേടിച്ചു വിട്ടാ. അതുകൊണ്ട് ഇന്നലെയും ഇന്നും വിഷുക്കട്ട ഉണ്ടാക്കി, 2 ദിവസം വിഷുക്കട്ട ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അത്രയും വേണ്ടു. 1/2 കിലോ അരിയോട് 2 നേരം ഉണ്ടാക്കി കണ്ട കുഞ്ഞൊരിതാണ്, പക്ഷേ ഞങ്ങൾക്ക് ധാരാളമായിരുന്നു. ഞാൻ അത്രയും കഴിക്കും. പക്ഷേ ഉള്ളത് നല്ല മനസ്സാറ് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുണ്ട് വിഷുക്കട്ട. പലരും പല തരത്തിലാണ് വെക്കാട്ട്, പക്ഷെ ഞാൻ വെക്കണത് എൻ്റെ അമ്മ വെക്കണ പോലെ കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചാൽ തിളച്ചിരുമ്പോൾ ഉണക്കല്ലിട്ട് പിന്നെ ഒരു കിഴി നല്ല കോട്ടൻ്റെ ടവലോ എന്തെങ്കിലും ഉണ്ട്, ചുവന്നുള്ളി ജീരകം അരി ചതച്ചിട്ട് അതിൽ കെട്ടിയിട്ട് അത് വെള്ളത്തിൽ അരിയിലേക്ക് ഇടും. എന്നിട്ട് അത് വെന്ത് വരുന്നതോടുകൂടിയിട്ട് ഉപ്പിടും. ഉപ്പ് സദ്യ വട്ടമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും കഴിച്ചിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നു 2:30, 2:45, 3 മണി 6 നമ്മൾ ഉറങ്ങുമ്പോട്ടാ. ആ 1 മണിക്കൂറത്തെ ഉറക്കാൻ ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനും പൊന്നും പിന്നെ ഒക്കെ ഞാനും പിന്നെ അടുക്കളയിലായിരുന്നു. ശരിക്കും ആ ഗ്യാസ് അടുപ്പ് കംപ്ലൈൻ്റ് ആയിട്ട് ചെറിയ തീരാത്തണം. അതാണ് ഇത്ര നേരം ഇത്. ഗ്യാസ് നന്നായി കത്താനേ കുഴപ്പമില്ല, കുഞ്ഞിതായിട്ട് കത്താം. അപ്പോൾ ഒരുപാട് നേരം ഉണ്ടാക്കിയിടുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ പുതിയ അടുക്കളയിൽ നമ്മളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഫുഡൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല. അതെന്തായാലും ഒരു ദിവസം പാല് കാച്ചാൽ ഒഴിവെന്ന് വെച്ചിട്ട് അത് അങ്ങനെ വെച്ചേക്കുക. മറ്റേ കിച്ചണിലാണ് ഒക്കെ ഉണ്ടാക്കിയത്. ഗ്യാസ് അടുപ്പും കംപ്ലൈൻറ്റ് പോരെ. ഇനി കുളുക്കോയി ഇവരൊക്കെ ഇരുന്ന് വിരിയൊക്കെ മടക്കി. അമ്മയ്ക്ക് എ സി ഇട്ടില്ലയോ? അമ്മയ്ക്ക് കട്ടിലമ്മ കയറാം, എ സി ഇട്ടുണ്ട്. ഇവരോടൊക്കെ എ സി ഓണാക്കി വരാമല്ലേ ചത്താലും വരില്ല. നല്ല അനുസരണ പിള്ളേർക്ക്. അവർക്ക് ടി വിയിൽ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. കാര്യം ജനിച്ച് പൊഞ്ഞ് കിടക്ക് കുളിക്കണം. ഞാൻ പൊന്നിനോണ്ട് അരിയൊക്കെ അടപ്പത്ത് വീഴ്ചല്ല. കുളിച്ചിട്ട് അരി നമ്മൾ കുളിച്ചിട്ട് അരി അടപ്പത്തില്ല. അതൊക്കെ പൊന്നിനോട് ചെയ്ത. പിന്നെ കറികൾ ഞാൻ ഉണ്ടാക്കി വയ്യ. ദൈവം പൊറുക്കുന്നു വിചാരിക്കില്ല, എല്ലാവരും എന്താ ചെയ്യാൻ വയ്യാന്ന് വെച്ചിട്ട് തീരെ വയ്യ. ഷോ അച്ഛൻ അനിയേട്ടന് ഞങ്ങളോട് ഇന്നലെ അനിയേട്ടന് ഒരു 3 മണിയാകുമ്പോൾ ഉറങ്ങി, 2:30 ആകുമ്പോൾ ഉറങ്ങിയിട്ട് 2 മണിയാകുമ്പോൾ അനിയേട്ടൻ ഉറങ്ങിയിട്ട് പിന്നെ ഞാനും പൊന്നുമായിരുന്നു. പിന്നെ 4 മണിക്ക് കഴിച്ച് വിഷുക്കണിയൊക്കെ കണ്ടു. പടക്കൊന്നും പൊട്ടില്ല, പടക്കം കാണിച്ചിട്ടുണ്ട്. വയ്യാണ്ടായപ്പോഴേക്കും എല്ലാവരും ഇതൊക്കെ മടക്കി വെച്ചാലാണ് നമുക്ക് ഈ കുളിക്കുക കഴിച്ച് കഴിഞ്ഞു. നമ്മുടെ വിഷുവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഉച്ചത്തെ ഇപ്പോൾ അതിന് ഷേവ് ചെയ്ത് കൊടുത്ത് കുളിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തേപ്പിക്കും അനിയത്തിനെ കൊണ്ടാക്കാൻ പോകണം എയർപോർട്ടിലേക്ക്. അനിയത്തി ദുബായി പോകണം, കൊണ്ടാക്കാൻ പോകണം. സത്യമായി ഓരോ ദിവസം എങ്ങനെയാണെന്ന് തന്നെ ഭയങ്കര ഒപ്പിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെ ഇത്ര നേരം നിന്നെന്ന് എനിക്ക് അറിയില്ല. പെറ്റള പോലൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലാവട്ടെ, വയ്യ, തീരെ വയ്യ. പൊന്നും സഹായിച്ചാണ് കേട്ടോ നീ വെട്ടേനെ. എന്തൊരു ചൂടാണ്. അങ്ങനെ ഇതേ കുണുക്കൻ്റെ കുണുക്കിനെയൊക്കെ കുളിപ്പിച്ചു, കാർത്തൂനെ കുളിപ്പിച്ചു, അനിയായിട്ട് കുളിച്ചു, ഞാൻ കുളിച്ച് വന്നിട്ട് എന്നിട്ട് നമ്മളത് ഉണ്ണിയോളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയുടെ. അപ്പം ഇതിൻ്റെ കുണുക്കമ്പോനെ കായും കൊണ്ട് ഉടുപ്പിക്കുന്നതാണ് കാണേണ്ടത്. അപ്പം കുണുക്കമ്പോൻ്റെ അപ്പുറത്തെ ഒരു പീസ് ഉണ്ട് കാർത്തുമ്മ ഷെഡ് മാത്രം ഇട്ടിട്ട് ഇരിക്കട്ടെ. അപ്പം മൂപ്പരനെ അത് വട്ടം കറക്കിക്കൊണ്ടിരിക്കണം. മൂപ്പര് പേടുണ്ട് വെച്ചിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഭയങ്കര തൊണ്ട ഡ്രൈ ആയിട്ട് വെള്ളമില്ലാണ്ട് തോന്നുന്നു. വേണ്ട വേണ്ട വേണ്ട, ഏയ് കുഴപ്പമില്ല. അങ്ങനെ കുണിക്കുമ്പോഴുള്ള ഡ്രസ്സ് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ താഴെ കൊടുക്കാം കേട്ടോ. കുണിക്കുമ്പോളിലും കാർത്തൂനിട്ട് ഒരു അടിപൊളി പട്ടുപാവാടയായിരുന്നു. എനിക്ക് ഈ വിഷുവിന് ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരും പിറന്നാളിൻ്റെ അന്നൊക്കെ രാവിലെ ഈ പട്ടുപാവാട ബ്ലൗസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ കാർത്തുമ്മയുടെ സ്റ്റീൽ കൂടി കാണിച്ചിട്ടാണ് കാർത്തുമ്മ അപ്പുറത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുണിക്കുമ്പോൾ തന്നെ മേക്കപ്പ് ചെയ്യാണെങ്കിൽ ഇവരെന്നെ മേക്കപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവരെ സത്യം പറഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞ് വന്നതോട് കൂടിയിട്ട് ഭയങ്കര ക്ഷീണമായിട്ടാണ്.
പണി കഴിഞ്ഞ് അത് ഓണായൊരു വിഷയം പണി കഴിഞ്ഞ് വന്ന് പിന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. അപ്പം അങ്ങനെ നമ്മുടെ വിഷയമായിട്ട് നമ്മുടെ സെറ്റ് മുണ്ട കൊടുക്കൽ കഴിഞ്ഞു. കാത്തുവിനെ അടിച്ചാലാട്ടെ. കാത്തു കുണിക്ക് വന്നേ, കുണിക്ക് കാത്തു വന്നേ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കുണിക്കുമ്പോളുടെ ഡ്രസ്സ്. അപ്പോൾ എനിക്ക് സാധാരണ കുണിക്കുമ്പോൾ ഇങ്ങനെ മുടി കെട്ടണമെന്നൊക്കെ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ മൂപ്പർക്ക് ഒരു മുടിയൊക്കെ കെട്ടണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും മക്കളുടെ ആഗ്രഹമല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഇവിടെ 2 എണ്ണം പൊട്ടിയാനായിട്ട് കുണിക്കും കാത്തും നല്ല പൊട്ടി. അപ്പോൾ ഞാൻ കാത്തുമേടി മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ കുണിക്കലിൽ എന്തോ അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ട്. അത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓയിൽ വെളിച്ചെണ്ണ വലിയ വട്ടവപ്പില്ല ഏതിലും കുഴപ്പമില്ല. നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളത് എല്ലാം പരിപാടി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോട്ടെ. അപ്പോൾ എന്തൊക്കെ കറികളുടെ ഞാൻ കാട്ടിത്തരാട്ടാ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കറിയുടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാട്ടാ. വെള്ളരിക്ക പച്ചടി ഉണ്ട്. ഇത് വെള്ളരിക്ക പച്ചടി, ഉപ്പേരി, പയറുപ്പേരി, പിന്നെ ഇഞ്ചിത്തൈര് എന്ന് പറയും. ഇഞ്ചിത്തൈര്, മാങ്ങച്ചാറ്, കയ്പ്പയ്ക്ക പച്ചടി, ഉരുളക്കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച മസാലക്കറി, ഇഞ്ചിമ്പുളി, അതിൽ എന്താ ബീട്രൂട്ട് പച്ചടി, വെണ്ടയ്ക്ക പച്ചടി ഉണ്ട്. പിന്നെ കൂട്ടുകറി ഇട്ട കടലയും ചേനയും കായൊക്കെ വെച്ചൊരു കൂട്ടുകറി, സാമ്പാർ, അവിയൽ, ഓലൻ, പിന്നെ 2 തരം പായസം കേട്ടോ. 3 തരം പായസമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പാല് പിരിഞ്ഞു. പാലട പായസത്തിന് അപ്പോൾ പാലട പായസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ പാല് പിരിഞ്ഞു പോയി. ലാസ്റ്റ് ഘട്ടം പാല് പിരിഞ്ഞു പോയി. അപ്പോൾ പൊന്നിപ്പോൾ അന്വേഷിച്ചു വന്നു പാലട പായസം. പക്ഷെ കിട്ടിയില്ല. ആർക്കും വേണ്ട. പിന്നെ പായസത്തിന് കൊടുക്കാൻ ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന ആർക്കും വേണ്ട. ഞാനിതൊക്കെ കുറേശ്ശെ സാമ്പാറും മാമ്പഴ പുളിശ്ശേരിയും അവിയൽ കാണാൻ കുറച്ച് കൂടുതലുള്ളൂ. ബാക്കി ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചിലവാവില്ല. നമുക്കറിയാം ചിലവാവില്ല എന്ന്. അങ്ങനെ സദ്യക്കുള്ള പരിപാടി ഞാനൊക്കെ നോക്കുന്നത്. ഇവിടെ ഇവിടെ പപ്പടം കാച്ചുന്നുണ്ട്. ഞാൻ ചോറ് വിളമ്പിടുന്നുണ്ട്, പാത്രങ്ങളിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ കറികളൊക്കെ ഏകദേശം നമ്മൾ അടുത്ത പപ്പടം കാച്ചുന്ന ആളാണ് കേട്ടോ. അടിച്ചുടച്ചെന്നു ഇന്നലെ തിരുമ്പി വെച്ചിരുന്നു. കുറെ ഒക്കെ ഊരി പിഴിഞ്ഞ് തോരിട്ടു. അതാരുടെ കറുത്ത ഷർട്ട്. പിന്നെ പിന്നെന്തോട്ടാ എന്താ പറയാന്ന്. പിന്നെ നേട്ടം എന്ത് ചെയ്ത് നാളികേരം ചരിക്കുന്നു. എനിക്ക് വന്നിട്ട് ഒരു നാളികേരം ചരിക്കുന്നു. ഞാൻ വീണ്ടും ചരിക്കില്ലേ അങ്ങനെ. നമ്മള് കണക്ക് പറയും. പണിയുടെ കണക്ക് പറയണം. പണിയുടെ ചെയ്യാൻ തുടങ്ങുമ്പോഴല്ലേ പണിയുടെ കണക്കറിയുള്ളൂ. പണി ചെയ്യാത്തവരോട് പറഞ്ഞ പണിയുടെ കണക്കറിയുള്ളൂ. പൊന്നു ചെറുപ്പത്തിൽ പറയണല്ലേ ആരൊക്കെ ഒരു അടിച്ചാണുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞു. ഇപ്പൊ പൊന്നു എന്താ പണിയെടുക്കുന്നത്? പൊന്നിനിപ്പോ എല്ലാം പണിയാണ്. എല്ലാം ചെയ്യും. ആദ്യം പൊന്നിനൊരു പണി ഉണ്ടെന്ന് അടിച്ചതോടെ മാത്രമേ എൻ്റെ പണിയുള്ളൂ. അത് കഴിഞ്ഞ് പൊന്നിൻ്റെ പണി കഴിഞ്ഞു. അപ്പൊ പണികളല്ലേ, പണികളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോഴാണ് പൊന്നൂന് മനസ്സിലായി വീട്ടിലിങ്ങനെ പണികളൊക്കെ ഉണ്ടാവുമോ, അല്ല ഈ പണികളൊക്കെ മിഷ്യൻ വെച്ചിട്ട് ചെയ്തായിരുന്നാണോ എന്നൊക്കെ പൊന്നൂന് ഇപ്പൊ മനസ്സിലായി. അങ്ങനെ ഉറങ്ങാൻ മാത്രം മക്കളെ സുഖമുള്ളു, ബാക്കിയുള്ള കാര്യത്തിലൊന്നും അത്ര സുഖമൊന്നുമില്ല. ഉറങ്ങുമ്പോ സുഖ, ഫുഡ് കഴിക്കാൻ സുഖ, അതെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ സുഖമൊന്നുമില്ല. കഷ്ടപ്പാട് തന്നെയാണ് അടുക്കളയിൽ പണിയെടുക്കാൻ. അത്യാവശ്യം നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ്. ആരില്ല എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ രാവിലെ തൊട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെട്ടിരിക്കാറല്ലോ. പൊന്നായാലും ഞാനായാലും തിരുമണ കല്ലും വാഷിംഗ് മെഷീനൊന്നും ഇവിടെ ആരും അറിയാറില്ല. ഇപ്പൊക്കെ എല്ലാരും അറിഞ്ഞു തുടങ്ങി. കുണിക്കോല വിഷുക്കോടി ഇതാണ്. കുണിക്കോല വിഷുക്കോടി ആര് തന്ന്? ശന്നേച്ചി. ആരെ കൊടുന്നു?
ദിനേശേട്ടൻ. അപ്പൊ എൻ്റെ ഒരു അനീത്തിയാണ് അനീത്തി. അപ്പൊ അവര് ഇത് വെച്ചതാട്ടോ, അവര് ഡിസൈൻ ചെയ്തിട്ട് അവര് ഡിസൈൻ ചെയ്തിട്ട് കുണിക്കും കാർത്തൂനും ഈ ഒരു പട്ടുപാട മിഞ്ഞാന്ന് കൊടുത്തു തന്നിട്ട്. പക്ഷെ ഞാൻ പിന്നെ ഇടിയിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇന്നാ ഇടിയിച്ചത്. കറക്റ്റ് സെറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ബാഗൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഈ വിശേഷ ദിവസങ്ങളൊക്കെ തന്നെ പിറന്നാളായാലും ഓണം പൂരൊക്കെ ഈ പട്ടുപാടിട്ടാണ് പ്രത്യേക ചന്ത അല്ല കേട്ടാ. അത് പറയണ്ട, അത് എൻ്റെ കെട്ടവര് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടുപാട. വീക്കെൻഡ്സ് മുടിയൊക്കെ നാശിക്കില്ല, മുടി നാശിക്കില്ല. കാറ്റുന്നതല്ല, മാന്തി പൊട്ടിച്ചതാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ അവരുടെ ബുട്ടിക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ ഈ ഡ്രസ്സ് വന്നവരുടെ അവർ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പട്ടുപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് നിന്ന് കയറി പർച്ചേസ് ചെയ്യാം. കുട്ടികൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടുപാടകൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തേക്ക് പോകുമ്പോഴേക്ക് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് പോകാൻ എനിക്കിഷ്ടം കേട്ടോ. അത് നമുക്ക് ഊണ് കഴിച്ചാലോ? ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഇലയും കയറില്ല, ഇലയൊക്കെ അതിനായിട്ട് മുറിച്ച് കൊടുത്തിട്ട് ഞാൻ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ ഇലയൊക്കെ എടുത്തു കൊടുന്നു. അപ്പോൾ കാർത്തുമ്മയ്ക്ക് ഇല ഇടണ്ടായിരുന്നപ്പോൾ ഞാൻ വേണ്ട, കാർത്തുമ്മയ്ക്ക് ഇല ഇട്ടാലും അവിടെ ചെറുത് അത് കമ്പത്തി കളയുള്ളൂ. അപ്പോൾ എല്ലാം കൊല്ലം നമ്മൾ താഴ്ത്തിരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് മേശയും ഇത് കഴിക്കാനായിട്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ തീരെ വയ്യച്ചാൽ താഴ്ത്തിരിക്കാനോ ഒക്കെ നടക്കാനോ കാലിനൊക്കെ ഭയങ്കര വേദന ഒരു വിധത്തിലാണ്. അപ്പോൾ എന്നേട്ടൻ പറഞ്ഞു, നീ അവിടെ നിന്നിട്ടെല്ലാം വിളമ്പിക്കോ, ഞാൻ അടുക്കളയിൽ നിന്ന് കൊടുന്നേരം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അടുക്കളയിൽ നിന്ന് എന്നേട്ടൻ കൊടുന്നു, ഞാനിങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു 15 തരം കറി 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഓണസദ്യ ഒരുക്കിയിട്ട് നമുക്ക് വിഷു സദ്യ ഇടയ്ക്കിടയ്ക്ക് ഓണം കയറി വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഓണത്തിനോട് ഇത്ര ഒരു അങ്ങനെ. പക്ഷേ എനിക്ക് കുട്ടിക്കാലം തൊട്ട് വിഷു ഭയങ്കര ഇഷ്ടമാണ്, പടക്കം പൊട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉത്സവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ 15 തരം കറിയും ചോറും പപ്പടവും കാര്യങ്ങളൊക്കെ വിളമ്പി നമ്മൾ ഊണ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടത്. അപ്പോൾ ഇതേ കുണിക്കോൾ പറഞ്ഞ അമ്മ ചൂടെടുത്തിട്ട് വയ്യ ഞങ്ങൾ വിഷുക്കണി കണ്ട അവിടെയാണ് കേട്ടോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ഊണ് കഴിക്കുന്നതിൻ്റെ അവിടേക്ക് വിടുന്നില്ല, അതിൻ്റെ മുന്നിൽ തന്നെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഞങ്ങൾ ഫാൻ ഇട്ടു, ഈ ഫാന് ഇട്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി സുഖമായിട്ട് ഇരുന്നു കേട്ടോ. എല്ലാം കൊല്ലം താഴത്ത് സദ്യ ഇട്ട് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം ആർക്കും വേണ്ടി, പക്ഷേ സുഖമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ വിഷുക്കട്ടയും മാങ്ങാച്ചാറും കൂടിയിട്ടാണ് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, വിഷുക്കട്ടയും മാങ്ങാച്ചാറും പപ്പടം കൂടി കുഴച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ കേട്ടോ. അങ്ങനെ നമ്മളിത് കാർത്തുമ്മേനെ പൊന്നു പ്രാർത്ഥിക്കാൻ എല്ലാ കൊല്ലം മാമി ഇതുപോലെ മാമുണ്ണനെ കൊല്ലം വിഷുവൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ ചാമീനൊക്കെ വെച്ചിട്ട് ഈ കാർത്തുമ്മേനെ ചോറ് കൊടുക്കുക ഇരുത്തിക്കാൻ കേട്ടോ. കാർത്തുമ്മയ്ക്കായിട്ട് പൊന്നു സൈഡിൽ ചോറ് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുഴച്ചേക്കിട്ട് അവൾക്ക് ഒറ്റയ്ക്കായിട്ട് ഇട്ട് കഴിഞ്ഞാലേ അത് കഴിക്കില്ല, എല്ലാം പിടിച്ചൊരൊറ്റ കമത്തും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പൊന്നുൻ്റെ നിന്ന് അവൾ കഴിക്കുകയും ചെയ്യും, ഒറ്റയ്ക്ക് തന്നെയാണ് കഴിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സദ്യ ആസ്വദിച്ച് ഒരു സത്യം പറഞ്ഞാൽ താഴ്ത്തിരുന്ന് കഴിക്കണമെങ്കിൽ ഈ ഒരു ആസ്വദിക്കലും കാര്യമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ ഒട്ടും താഴ്ത്തിരുന്ന ഭക്ഷണം കഴിക്കാറില്ല, എനിക്ക് താഴ്ത്തിരുന്ന ഭക്ഷണം അടങ്ങില്ല. നമ്മളെ തടിയുള്ള കാരണം വയറൊക്കെ മടങ്ങിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുക കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ സത്യം ചോറ് തരി ചോറിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ട് വയറ് നിറയെ ചോറുണ്ട്. ഹാപ്പി എന്നേട്ടാ അല്ല എന്നെ ഹാപ്പി അല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടാ. വിഷു അടിപൊളി. ചെറിയൊരു കരട്, ആ കരട് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മാത്രമേ ചിന്ത ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇത് ഈ ഫുഡും കാര്യങ്ങളൊക്കെ വിഷുക്കട്ട കഴിച്ച് ഷൈബിയിലൊക്കെ ഊണ് കഴിക്കുന്നോട് കഴിയുന്നോട് കൂടിയിട്ടാണ് പിന്നെ ഞാൻ ചോറിനെടുത്ത് ഞാൻ ആ വിഷുക്കട്ട എല്ലാവരുടെയും പറക്കിയെടുത്ത് വെച്ചിട്ടോ. അങ്ങനെ ഇത് പടക്കം പൊട്ടിക്കലാണ് കേട്ടോ, അതിൻ്റെ ശബ്ദം കൊണ്ട് കുണിക്ക് വാതിലടച്ചിട്ട് കുണിക്ക് അമ്മ ഡബ് ചെയ്യുക. അങ്ങനെ ഇത് ഇടയിൽ നമ്മുടെ കുണിക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് കയറി വന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് വന്നിട്ട്
റൂമിൽ ഇരുന്നിട്ട് ഡബ്ബിന്ന് എന്താ വെച്ചാൽ അവിടെയാണെങ്കിൽ പിള്ളേരുടെ ബഹളമയാണ്. 3 ആളും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബഹളം. അതിനേക്കാളും ബഹളമാണ് പൊന്നു ഷെബി. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ കൂട്ടി ഇങ്ങനെ കുറേശ്ശെ സത്യാല കസാല കഴിക്കണമെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കാർത്തുമോളവിടെ എന്തോ കാണിച്ച് കൊടുത്തിടാം. അതാണ് കൈ തുടക്കടുത്ത് മാമ്പഴ പുളിശ്ശേരി. ഞാൻ ചോറ് കുറേ കഴിഞ്ഞിട്ട് കഴിച്ചത്. മാമ്പഴ പുളിശ്ശേരി ആദ്യം കഴിച്ചിരുന്നു കേട്ടോ. അതിന് ഊണൊക്കെ കഴിച്ച് അന്ന് കിടക്കാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബെഡിൽ കിടക്കുന്നുണ്ടാകും നമ്മൾ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കും. എന്തേട്ടാ വിഷു എന്ന് പറഞ്ഞാൽ സദ്യ, 1.5 സദ്യ കഴിച്ചിട്ടിരിക്കുക. കുറേ ചോറും കഴിച്ചു, കുറേ എല്ലാ കറികളും കഴിച്ചു. ആ മാങ്ങണ്ടി, മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങണ്ടി മാത്രമേ കളഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ വേപ്പില പോലും കളഞ്ഞില്ല. അവിടെ ഇരിക്കട്ടെ വെച്ചു, സെറ്റാവട്ടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ഒരു കൊല്ലത്തോളം ഓണല്ല വിഷു എന്തോ ഒരു ആലോചന. ഈ കൊല്ലത്ത് വിഷും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് അത് നല്ല നിലയ്ക്ക് തന്നെ നടന്നിട്ട്. എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണല്ലോ എല്ലാം നമുക്ക് എത്തിച്ചു തരുന്നതും എല്ലാം സാധിച്ചു തരുന്ന ഒരാൾ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് തന്നെ നമ്മൾ ഈ കൊല്ലം വിഷും. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വയ്യാണ്ടായി. ഈ കൊല്ലം വിഷു ഞാൻ ഉണ്ടാവും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല ഉണ്ടായി അവിടെ അപ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ നിന്നില്ല. അതാണ് ഏറ്റവും വലുത്. അത് ദൈവത്തിൻ്റെ എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാം കൊണ്ടും. പിന്നെ ചെറിയ വിഷമം. അപ്പം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. നമ്മൾ ഇന്നലെയൊക്കെ ഭയങ്കര മൂകത പിടിച്ചപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ മാത്രം വിഷമിച്ചിട്ട് എന്താ കാര്യം. അപ്പം ഞങ്ങളും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ളതുകൊണ്ട് ഒരു വിഷു നല്ല നിലയ്ക്ക് ആഘോഷിച്ചു അല്ലേ. പടക്കം പൊട്ടിച്ചു, കുറേ പടക്കമുണ്ട്. കുറേ ഷെബിയുടെ വക ഷെബി മേടിച്ചു. അപ്പയും കുറേ മേടിച്ചോടുന്നു. 2 കുട്ടിയോട് ഇരുന്ന് 4ാമത്തെ പ്രാന്തൻ്റെ ഒക്കെ അവൻ തന്നെ ഇരുന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കവർ കൂടി ഉണ്ട്. കുറേ ഇരുന്നിട്ട് ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടാക്കിണ്ട് കേട്ടോ. അപ്രാന്തന്മാർ. ഞാനും എല്ലാ കൊല്ലം കമ്പത്തിനെ കത്തിക്കാൻ എനിക്ക് കൊല്ലം അതിനൊരു എന്താ ഒരു ഞാൻ പോയി അവിടെ കത്തിക്കാൻ നിൽക്കണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു കാര്യമില്ല. അതൊക്കെ എല്ലാം സെറ്റാവും. മനസ്സ് സെറ്റാവും, വേറെ ഒന്നല്ല. കുറച്ച് സമയം എല്ലാത്തിനും സമയം. അങ്ങനെ അപ്പം എന്തായാലും ഓണം ചവണം ഓണത്തിലേക്ക് തന്നെ പോണ കുട്ടിയെ വിഷു കഴിഞ്ഞില്ല. ഇനി ഓണല്ലേ വരുന്നത്. അതാണല്ലേ ബുദ്ധി വേണം, ബുദ്ധി. അപ്പം എന്തായാലും വിഷു ഒക്കെ നല്ല ഭംഗി പോലെ ആഘോഷിച്ചെല്ലാം കഴിഞ്ഞു. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ മൈഗ്രൈൻ്റെ തലവേദന തുടങ്ങി. ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലോട്ടറി. പക്ഷേ ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരി വരെ പോവും വേണം. അതാണ് ഇപ്പോൾ തടുത്ത ഇത്. എയർപോർട്ട് വേണ്ടേ? അനിയൻ്റെ ഭാര്യനെ എയർപോർട്ട് കൊണ്ടാക്കാൻ പോവാം. ദുബായി പോവും. ദുബായിക്ക് കൊണ്ടാക്കാൻ പോവാം. അപ്പോൾ എന്താ പറയുക, ഒപ്പം ഉറങ്ങാനും പറ്റില്ല. അവിടെ കൂടെ പോകണ്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് പോക്കൊന്നുമില്ല. പോവാണ് ഫാമിലി ട്രിപ്പാണ്. ഏതായാലും ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ വണ്ടിക്കാണെങ്കിൽ ഒരു ഭാരമായിക്കോട്ടെ. പല വിഷയല്ലേ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം. ഇവിടെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ എന്താ ഒന്നും നേടാനൊന്നുമില്ല. ഈ പിന്നെ നേടാൻ ഇപ്പോൾ ഉറങ്ങാൻ കിടന്നിട്ടെങ്കിൽ ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ 7 മണിക്ക് ഇരിക്കുമല്ലോ അല്ലേ. 7 മണിക്കാണ് എനിക്കൊന്നും എൻ്റെ അവസ്ഥ. 1 മണിക്കൂർ സദ്യ കഴിച്ചത് ഓവറായിട്ടുള്ള ഉറക്കം ഞാൻ ഉറങ്ങുക. എന്നിട്ട് ഉറങ്ങി രാത്രി സുഖമായിട്ട് ഞാൻ ഉറങ്ങി ഇല്ലാന്ന് പറഞ്ഞു. ഇവിടെ എന്താ വെച്ചാൽ ഞാൻ 4:30 ആകുമ്പോൾ കണി കാണാനൊക്കെ ഇരിച്ചു. 4:00 ആയിട്ടില്ല, 4:10 കഴിയുന്നു. അപ്പൊ കണി കണ്ടിട്ട് ഞാൻ വീണ്ടും കിടന്നു. ഞാൻ 5:30 ആകുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചില്ല. ഞാൻ പിന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് പോയത്. പിന്നെ പൊന്നുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം തന്നെ പൊന്നുണ്ടായിരുന്നു. സദ്യ നല്ല സദ്യ ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ സദ്യ നിങ്ങൾ പൊക്കി പറയാൻ തോന്നരുത്, എന്നാലും നല്ല സദ്യയാണ്. അതങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമുക്ക് പ്രത്യേക ടേസ്റ്റ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോട് പ്രത്യേക ഇഷ്ടം തോന്നും. നമ്മളെവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഭയങ്കര പേരെടുത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് എന്നിട്ട് സദ്യ ഊണെന്നൊക്കെ കണ്ടു പോയിട്ട് കഴിച്ചാണ്ടല്ലോ. വെക്കണാണ് ആരാന്ന് പോയി കാണാൻ തോന്നുന്നു.
എന്താ ചെയ്യല ചില അതല്ല എന്നിട്ട് അതിനാണെങ്കിലോ ബ്ലൈഡ് കഴുത്തിറക്കണമായിരിക്കുള്ള റേറ്റും മേടിക്കും. അതാണ് ഫുഡിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അപ്പം നമ്മളൊരു 15 തരം കറി ഉണ്ടാക്കി. 3 പായസമാണ് പ്ലാനിങ് ആയിരുന്നു. ഒരു പായസം അത് പാല് പിരിഞ്ഞു പോയി. അപ്പൊ 2 പായസത്തിൽ നിങ്ങൾ ഒതുക്കി. പിന്നെ ഞങ്ങളാകെ പച്ചക്കറി അടിച്ചു, 1 കിലോ വീലാഷം അടിച്ചു, 1/4 കിലോ മുരിങ്ങക്കായ്, 1/4 കിലോ വെണ്ടക്കായ് മേടിച്ചു, 1/4 കിലോ ചേന എടുത്തു, 2 നേന്ത്രക്കായ എടുത്തു, 1 ബീറ്റ്റൂട്ട്, 1 കയ്പ്പയ്ക്ക. നമുക്ക് 15 തരം കറി കിട്ടി. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രിയും കൂടി കഴിക്കാം. അല്ല അത്രയും നമ്മൾ ഉണ്ടാക്കുള്ളൂ, കുറേശ്ശല്ലേ കറി വേണ്ടോ. അപ്പൊ അത് രാത്രി ഉണ്ടാവും. അവിയിലുണ്ടാക്കിയ കഴിക്കണ ആളിവിടെ ഇല്ല, അങ്ങനെ ചിലവാവാറ്. അതിന് ആരും പിന്നെ അങ്ങനെ ചിലവില്ല. ഓരോ നേരം കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആ ഫുഡിനോട് ആവശ്യം തോന്നുന്നില്ല കേട്ടോ. കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. അതിപ്പോൾ എന്ത് സാധനം തന്നെ നമുക്ക് കഴിച്ചു പിന്നെ നമുക്ക് രാത്രിക്ക് ഒരു നേരം കഴിച്ച് പിന്നേക്ക് നമുക്കത് വേണ്ട. അത് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരാളൊന്നും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അയ്യോ നല്ല ഉറക്കം വരുന്നത്, നല്ല തലവേദന. എത്ര ദിവസത്തെ ഉറക്കം ക്ഷീണമെന്നറിയോ. അതിനകത്തേക്ക് ഈ അലർജിയുടെ ഉള്ളിലേക്കാണ് പേരം എടുക്കുന്നത്. അതാ ലീസ്റ്റ് കൈപ്പിടിച്ചോട്ടെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ചൂടാട്ടെന്ന് 5 മിനിറ്റ് എടുത്താ മഴഞ്ഞ് മാറിച്ചെങ്കിൽ നല്ല ചൂടിഞ്ഞ് തുടങ്ങി. എന്നാ മൊത്തത്തില് പച്ചപ്പായിട്ടാ. ഇവിടെ പറമ്പ് പച്ചപ്പായിണ്ട്, പാടം പച്ചപ്പായിണ്ട്, മൊത്തത്തില് പച്ചപ്പായി. അപ്പൊ ഞാൻ പോരാട്ടോ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ പോരാ, ഒരു കാര്യം ഞാൻ ആരോടെ സംസാരിക്കുന്നു? ഒറ്റ മിനിറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പാടില്ല, ഒറ്റ സെക്കൻഡ്. അതെ. അപ്പൊ ഉണ്ണി തലവേദനയുടെ ഗുളിക കഴിച്ചിട്ട് വരുന്നതായിരിക്കും അല്ലേ ഉണ്ണിയെ? ഓഫ് ചെയ്തല്ലേ ഞാന് ഉണ്ണില്ലാണ്ട് എന്താ അമ്മ അത് വേറെ ലെവലല്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ണിക്ക് ഉണ്ണിയുടേതായ ഭംഗി വരണമെങ്കിൽ ഞാൻ ഉണ്ണിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റെഡിമെയ്ഡിനോട് എനിക്ക് ഇഷ്ടമില്ലാണ്ടല്ല, പറഞ്ഞിട്ടല്ല. ചില ആൾക്കാർക്ക് ഈ വിശേഷ ദിവസങ്ങളിൽ ഉണ്ണി അതെന്റെ ഒരു ഓണായാലും വിഷുവായാലും ശൈലേജ് അടിച്ചെന്ന മാക്സിയാണ് സ്റ്റാർട്ടിങ്. കിട്ടാൻ വൈകി, അല്ലെങ്കിൽ അത് രാവിലെ തന്നെ കുളിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മേടിക്കാൻ പോകാൻ നേരം വൈകി. ഇന്നലെ ഞാൻ കൊടുക്കുമ്പോൾ തന്നെ 12 മണിക്ക് അതിൻ്റെ നിന്നില്ല കൊടുക്കാം. 10 മണി കല്യാണം തിരക്കണ്ടെന്ന് ഞാൻ നേരത്തോടു കൂടി കൊടുക്കാറുണ്ട്. പിന്നെ ശൈലേജ് എനിക്കായിട്ട് ടൈം കുറച്ച് മാറ്റി വെക്കുന്നത് ഉറപ്പുള്ളതുകൊണ്ടാണ്. അത് അങ്ങനെ എനിക്ക് ശൈലേജ് അടിച്ചാൽ ആ ഒരു മാക്സിമം എടുത്ത് അത് ഇടുമ്പോഴേക്ക് ഒരാശ്വാസം കിട്ടാറുള്ളൂ. അപ്പൊ അതെന്താ ഓരോരുത്തർക്കും ഒരു അത് എത്ര പറഞ്ഞാലും ഒരു മാക്സി തൂരി എടുത്തിട്ട് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുപോയെടുത്താൽ അതൊരു വിഷമല്ലേ. അല്ല ആ ദിവസം കിട്ടും, അത് അവരെ ബുദ്ധിമുട്ടിക്കുക. അതൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ മനുഷ്യനെ കളിയാക്കുന്നുണ്ട്. അത് നിങ്ങൾ 2 തവണ കൊണ്ടുവരും. അത് അവരെ തലേ ദിവസം ഓണായാലും വിഷു ആയാലും എന്തായാലും വിശേഷ ദിവസത്തിന്റെ തലേ ദിവസമാണ് ആ മാക്സി അവിടെ എത്തിക്കുള്ളൂ. എന്നിട്ട് അവരെ തന്നെ വിളിക്കും. അപ്പൊ പറയും ഞാൻ തരാം. ഓ എന്തോനാ കണ്ടില്ല, പെയിന്റ് ഇല്ല, അത് പോകും. വെള്ളം കുത്തല്ലേ മെഴുതിരിടയാ. അത് കടത്തിക്ക, കൈ പൊള്ളും ഇപ്പൊ കടത്തിയല്ലോ കൊറേ നേരം. അപ്പൊ അതങ്ങനെ ഇടയ്ക്ക് എന്തോ ഞാൻ ഇന്നോട്ട് രാവിലെ മാക്സി വരുമ്പോഴേക്ക് അതിനോടൊരു ഇത് തോന്നില്ല. സത്യം പറഞ്ഞാൽ എന്റെ മാക്സി എനിക്ക് വന്നോട് കൂടിയിട്ട് ഞാൻ സെറ്റ് കുറിയുടെ കുറവുണ്ടായിരുന്നു. അത് മഞ്ഞപ്പൊടി കൊണ്ടായാലും മതിയായിരുന്നു. അത് ആ വിശേഷ ദിവസം നമ്മളെ ഇന്നും എങ്ങനെ കാണുക വെച്ചാൽ അതുപോലെ കാണാനായിരിക്കും എൻ്റെ ഇഷ്ടം. അത് എനിക്ക് തന്നെയായിട്ട് ഇതുപോലെ ഈ ഒരു കാവ്യം കൊണ്ട് ഓണായാലും വിഷയായാലും 1 കോടി കാവ്യം കൊണ്ട് കൊടുത്ത് കാണാനാണ് എനിക്കിഷ്ടം. കസവ് കൊണ്ട് കൊടുത്ത് ഊണയ്ക്കുന്നേക്കാൾ എനിക്ക് ഇഷ്ടം. എന്നിട്ട് കൂടി കഴിഞ്ഞ് ഒരു കാവ്യം കൊണ്ട് കൊടുത്ത് തന്നെയായിട്ടാണ് എനിക്കിഷ്ടം. അതിപ്പോൾ എൻ്റെ കുണുക്ക മോനെ അതെ, എനിക്ക് ഓണം വിഷു എന്തി വന്നാൽ കുണുക്കന് ഞാൻ കാവ്യം കൊണ്ട് എടുത്തിരിക്കും. എനിക്ക് അവൻ കാവ്യം കൊണ്ട് എടുത്ത് വരുന്നതാണ്. ആ ഊണയ്ക്കുമ്പോൾ കാവ്യം കൊണ്ട് എടുത്ത് ഊണയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുട്ടി പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തേക്ക് അമ്മയ്ക്ക് ആൺകുട്ടികളോട് ആഗ്രഹം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 5 പെൺകുട്ടികളാണ്, ഞങ്ങളോട് കൂടുതൽ പെൺപടകളാണ്. അപ്പം ഞാൻ ആഗ്രഹമില്ല മനസ്സിലുണ്ടെങ്കിലും പരപടി എനിക്ക് എൻ്റെ പണ്ടോട്ടേ ആഗ്രഹം
എനിക്ക് അനിയനെ എനിക്കൊരു മോൻ ഉണ്ടാണെങ്കിൽ അനിയൻ്റെ പോലത്തെ ഉണ്ടച്ചിട്ട് ചെക്കനും മോനും അച്ഛനും മോനും ഒരേപോലത്തെ ഷർട്ട് ഹാഫ് ഷർട്ട് മുണ്ട് ഈ മുണ്ടൊക്കെ എടുത്തിരിക്കണേ അമ്പലത്തിൽ കൊണ്ട് അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നൊക്കെ എന്നോട് ആദ്യം പറയണ്ട കുട്ടി എന്തത് വൈകി അതാണ് വൈകി. അല്ല ഞാൻ എന്റെ 2 പെൺകുട്ടികളായിട്ട് നിർത്താന്ന് വിചാരിച്ചല്ല എന്നോട് പറയണ്ടേ സ്നേഹം 2 പെൺകുട്ടികളുണ്ടാണെങ്കിൽ മുന്നേ ആഗ്രഹം 2 പെൺകുട്ടികൾ ഉണ്ടായതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. നിന്നോടതൊന്നും ആഗ്രഹം പറഞ്ഞിട്ടില്ല. അച്ഛനും മോനെ ഗുരുവായൂർ പോകണമെന്നൊക്കെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് ദൈവം തരുന്നത് എപ്പോഴോ അല്ല അങ്ങനെയല്ല. അപ്പൊ ആ ആഗ്രഹം ദൈവം സാധിച്ചെന്നിരിക്കും. വൈകിട്ടായാലും ഒരു മോനെ ദൈവം തന്നു. ഇപ്പൊ അച്ഛനും മോനും കായമുണ്ട് എടുക്കും ഒരുപോലത്തെ അവര് കായമുണ്ട് എടുത്തതാണ്. ഇപ്പൊ ഷെബി അവരിന്ന് കറുപ്പുമുണ്ട് തന്നെയാണ്. അപ്പൊ അവൻ കറുപ്പുമുണ്ട്. അച്ഛനും മോനും കായമുണ്ട്. അച്ഛൻ ലൈറ്റ് കളറും മോൻ്റെ കുറച്ച് ഡാർക്ക് കളർ കായമുണ്ട്. അത്ര ഞാൻ എനിക്ക് ഈ കളറാണ് ഇഷ്ടം. മറ്റേ ചുവപ്പ് കളറില്ലേ അതെനിക്ക് ഇഷ്ടമല്ല എന്നല്ല. എന്നാലും ഇതിട്ടിട്ട് എവിടെ പോകുമ്പോഴും ഇന്നാളെ രണ്ടെണ്ണം അത് മേടിക്കുന്നുണ്ട് മേടിപ്പിച്ചാണല്ലോ എന്നോട്. ചില നേരത്തെ അങ്ങനെ തോന്നും. തോന്നലാണ് ഞാൻ റെഡിമെയ്ഡ് മാക്സ് ഇട്ടത്. എന്നെ കുറ്റപ്പെടുത്തിയതാ. ഞാന് ഉണ്ണിയില്ലാത്തപ്പോ എന്തൊക്കെ പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഞാൻ സ്ഥലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുണ്ണി സ്ഥലം വിൽക്കാത്ത ഇതിപ്പോ ആരും അല്ല. പിന്നെ ഒരു കൂട്ടർ വന്നത് നമ്മള് 10 സെന്റ് വേണമെന്നല്ലേ പറഞ്ഞപ്പോ അതിന് നമ്മുടെ ഇല്ലല്ലോ. നമ്മളെ 6 സെന്റിന്റെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആർക്കേലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിണറ് കുത്തി 5.5 കോലാകുമ്പോഴേക്കും വെള്ളം കണ്ടുവിട്ടപ്പോൾ ഒരു 6.5-7 കോലോളം കിണറായിട്ടുണ്ട്. ഒരു 1.5 കോലക്ക് വെള്ളം ഉണ്ട് ഇപ്പോൾ. പിന്നെ മഴ പെയ്തതിൻ്റെ കുറച്ചുണ്ട് കേട്ടോ. എന്നാലൊരു 8 കോലൊക്കെ ആകുമ്പോഴേക്കും സമൃദ്ധി വെള്ളമാവും. അരിഞ്ഞ് റിങ് ഇറക്കണം. ആ റിങ് ഇറക്കാന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല. എന്നാലും നിങ്ങൾ ഇറക്കും. പണ്ട് കഴിഞ്ഞാൽ നീറ്റായിട്ട് അതൊക്കെ എടുക്കണം. പിന്നെ വീണ്ടും വാക്കൽ എന്തായാലും കെട്ടിയേ പറ്റുള്ളൂ. ഉള്ള കാര്യം കണ്ണ് തെറ്റിയ 3 വാനപ്പടകളും എവിടേക്കാ പോവാന്ന് അറിയില്ല. അങ്ങനെ വാക്കല്ല ഉറപ്പാണ് കെട്ടുന്ന തീരുമാനം. അപ്പൊ ഞാൻ കിണറിന്റെ കാര്യം പറഞ്ഞത് നിന്റെ സ്ഥലത്ത് അങ്ങനെ സൗകര്യം ഉണ്ട്. 5-6 കൊല്ലാകുമ്പോഴേക്കും വെള്ളം സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാണ്. ഓ അങ്ങനെ ഇന്നലെ ഞങ്ങൾ എല്ലാവരോടും മണവാളിന്റെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. എന്താ പറയാ മണവാളിന്റെയും മണവാട്ടിയും കല്യാണമല്ല എൻഗേജ്മെന്റ് ഉറപ്പിക്കലും വരെയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. സൂപ്പർ ഫങ്ഷനായിരുന്നു. അടിപൊളി എല്ലാം മണ്ഡപമായാലും കുട്ടീനെ ബാർബികളിൽ എന്തിനാ കാണാൻ നല്ലൊരു പാവക്കുട്ടീനെ എന്തിനായിരുന്നു. ആ പെൺകുട്ടി കാണാൻ അതുപോലെ ഉടുപ്പും കാര്യങ്ങളൊക്കെ നല്ല ചന്തനായിരുന്നു കാണാൻ. മണവാളിനും അടിപൊളിയായിരുന്നു. അങ്ങനെ എൻഗേജ്മെന്റ് ആകെ ഒരു വിഷമം തോന്നി വരുന്നത് എന്തിനേക്ക് വിഷുവിന്റെ തലേദിവസം കൊണ്ട് വെച്ചത് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മണവാളിന്റെ കൂടെ സ്റ്റേജിൽ ഒരു ഫോട്ടോ ഒന്നും പറ്റില്ല. പോവാന്ന് പറഞ്ഞു. അവരും പ്രായമില്ലല്ലോ. 2 മക്കളല്ല. പ്രശ്നം ഞാൻ ഒരു 10 മണിക്ക് അരമണിക്കൂർ വിളിക്കുന്നെ. ഫോൺ തരും. ഇനി ഒരു 5 മിനിറ്റ് ഓക്കെ. അപ്പൊ നിങ്ങൾ വീണ്ടും കാണും വരെ സത്യം ഇത്ര നേരം ഇട്ട മാക്സിയേക്കാളും നമുക്ക് ആ ഒരു വിഷുവിന്റെ ഓണത്തിന്റെ ഒരു പുതുമ വന്നത് ഈ ഒരു മാക്സി ഇട്ടപ്പോഴല്ലേ. അത് പുതുമല്ല, ഈ ആ ഉണ്ണീനെ നാടൻ സ്റ്റൈലില് കാണുമ്പോഴല്ലോ ആ മാക്സിന്റെ മോഡല ഏതാ അത് അല്ല. ഒരുങ്ങിയിട്ട് വന്നിട്ട് ഈ മാക്സി കെട്ട് നിൽക്കണം. എന്റെയൊക്കെ തേച്ച മുല്ലപ്പൊക്കെ വെച്ച് നിന്റെ പെങ്ങ വന്ന എന്റെ മോനെ നമുക്ക് അങ്ങനെയല്ല. നമ്മളെ 27 വർഷം പിന്നിട്ടില്ല. നമ്മളെന്നും സന്തുഷ്ട കുടുംബമായിട്ട് നടക്കല്ലോ അല്ലെ. അടിപിടിയൊക്കെ ഉണ്ട്. നിങ്ങൾ അടിപിടിയൊക്കെ ഉണ്ടാവേ. കണ്ടിട്ടോളെ നിങ്ങൾ കുറച്ച് കണ്ടിട്ടോളെ. അടിപിടിയൊക്കെ ഉണ്ട്. എന്നാലും കണ്ട ഈ ഒരു മാക്സി ഇട്ടപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഓണം വിഷു വന്നതിൻ്റെ ഒരു ഇത് തോന്നിക്ക് ആ മാക്സി ഇട്ടിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞല്ലോ. ഈ മാക്സി ഇട്ടപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാ. സൂപ്പർ നല്ല കളറല്ല ചേട്ടാ. അങ്ങനെ ഞങ്ങൾക്ക് 5-5:30 ആകുമ്പോൾ നമ്മൾ അനീച്ചിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ട് വിട്ടു. എയർപോർട്ട് എത്തുമ്പോൾ ഒരു 8:30 കഴിഞ്ഞിട്ട് അപ്പോൾ
മേമ കയറി പോകുമ്പോൾ മേമാന്ന് വിളിച്ച് താറ്റ് കൊടുക്കണം കണ്ടിട്ട് കുണുക്കിനും സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എയർപോർട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ. അവർക്ക് ദുബായി പോകാൻ പറ്റുന്നത് എന്താണെന്നറിയില്ല. അവരോട് ഇപ്പം ചോദിച്ചാൽ അവർക്ക് ദുബായി പോകാൻ ആഗ്രഹം. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണതെന്ന് എനിക്കറിയാം. എപ്പോഴും അവർ പറയണൊരാഗ്രഹം സാധിക്കുന്നു കേട്ടോ. എങ്ങനെ പോണോ ഇതുപോലെ പോണാ നമ്മള് പോവാ എയർപോർട്ട് കണ്ടിട്ട് എന്താ തോന്നണേ? എയർപോർട്ട് കണ്ടിട്ട് എല്ലാരും കൂടിയിട്ടൊന്ന് പോണെന്ന് ആഗ്രഹമുണ്ടോ? അവർക്ക് ഇന്ന ഇഷ്ടമല്ല ഒറ്റയ്ക്ക് പോകും. അങ്ങനെ വിഷുവായിട്ട് ഒരു മഞ്ഞ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ റിലയൻസിൽ നിന്ന് എടുത്ത മഞ്ഞ ചുരിദാറാണ് കേട്ടോ ഞാൻ എന്നിട്ട്. ശരി, ആ മഞ്ഞ ചുരിദാർ നമ്മുടെ ഫേസിലേക്ക് ഒരു പ്രത്യേക ഒരു ഗ്ലോ കയറി വരും അല്ലേ. മഞ്ഞയ്ക്ക് വേറൊരു സൗന്ദര്യം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു എയർപോർട്ടൊക്കെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ. എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ